പ്രിയപ്പെട്ട സഹാക്കളെ, 50 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അരനൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരു രാജ്യമാകുമ്പോൾ പലതും സംഭവിക്കും. നല്ലത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, അല്ലാത്ത കാര്യങ്ങളുണ്ടാകും. അവയുടെയൊക്കെ ഈ ജൂബിലി സ്മരണ നമ്മൾ നടത്താറുണ്ട്. അതൊരു ഓർമ്മ പുതുക്കലും ഓർമ്മപ്പെടുത്തലും കൂടിയാണത്. വാസ്തവത്തിൽ 50 വർഷം എന്ന് പറയുമ്പോൾ സുവർണ ജൂബിലിയാണ്, കനക ജൂബിലിയാണ്. പക്ഷെ അടിയന്തരാവസ്ഥയെക്കുറിച്ചാകുമ്പോൾ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതൊരു കരാളമായ അവസ്ഥയായിരുന്നു. കറുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കറുപ്പിന് ഒരു മുൻധാരണ കാണുന്നു എന്ന് പറയും. നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതൊരു പ്രയോഗമായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കേറെ പ്രിയങ്കരമായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മൾ ജീവിക്കുന്നതിനുള്ള നമ്മുടെ അവകാശം എല്ലാം നിഷേധിക്കപ്പെടുകയും നിരാകരിക്കപ്പെടുകയും ചെയ്ത ഒരു ഏകാധിപതിയുടെയും അവരുടെ സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള മകൻ്റെയും അഴിഞ്ഞാട്ടങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം വിധേയമായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് നടക്കുന്നത്. ഈ ഹാളിൽ ഞാൻ നോക്കുമ്പോൾ മിക്കവാറും ഭൂരിപക്ഷം പേരും പ്രായമുള്ളവരാണ്. എന്നുവെച്ചാൽ 50 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ നേരിട്ട് അറിയുകയും അനുഭവിക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടിയല്ല വാസ്തവത്തിൽ ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ ഇന്നത്തെ ദിനാചരണം നമ്മൾ നടത്തുന്നത്. പുതിയ തലമുറ കൂടി അറിഞ്ഞിരിക്കേണ്ടതായ കുറേ കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത്. ആ ഓർമ്മയില്ലെങ്കിൽ നമ്മൾ വീണ്ടും അപകടത്തിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ റിപ്പബ്ലിക്കുകൾക്കും ചരിത്രത്തിലുടനീളം എല്ലാ റിപ്പബ്ലിക്കുകൾക്കും സ്വതന്ത്ര സമൂഹങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റോം നമുക്ക് റോമ സാമ്രാജ്യം എന്നാണ് മനസ്സിൽ വരുന്നതെങ്കിലും റോം റിപ്പബ്ലിക് ആയിരുന്ന കാലവും ഉണ്ടായിട്ടുണ്ട്. ആ റോമൻ റിപ്പബ്ലിക്കിൻ്റെ അപജയകാലത്ത് അന്നത്തെ പ്രസിദ്ധനായ രാഷ്ട്രതന്ത്രജ്ഞനും പ്രഭാഷകനും ഒക്കെയായിരുന്നു സിസറോ. സിസറോ നൽകിയ ഒരു മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ്. ഒരു കല്ലിൽ തട്ടി വീഴാം, അത് സ്വാഭാവികമാണ്. അതേ കല്ലിൽ തട്ടി വീണ്ടും വീണാൽ അത് നാണക്കേടാണ് എന്നാണ് സിസറോ പറഞ്ഞത്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഒരു പ്രാവശ്യം നമുക്കൊരു അബദ്ധം സംഭവിച്ചു. അതേ അബദ്ധങ്ങളുടെ ആവർത്തനം വരുമ്പോൾ അവ തിരിച്ചറിയാതെ വീണ്ടും അതേ അപകടത്തിന് വിധേയരാകുക എന്ന് പറഞ്ഞാൽ ഒരു ജനതയെ സംബന്ധിച്ച് അത് നാണക്കേട് തന്നെയാണ്. 1975 ജൂൺ 25, നമ്മളിപ്പോൾ ആ കൃത്യസമയത്തേക്ക് എത്തിയിട്ടില്ല. ആ ജൂൺ 25 അവസാനിക്കുന്നതിന് 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് രാത്രി 11:45 അന്നത്തെ രാഷ്ട്രപതി ഫഖറുദ്ദീൻ അലി അഹമ്മദ്, പിൽക്കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം ഒരു സ്ഥിരപ്രതിഷ്ഠ നൽകിയ ഒരു കാർട്ടൂണുണ്ടല്ലോ, ഒരു കുളിത്തൊട്ടി കാർട്ടൂൺ. രാഷ്ട്രപതി ഭവനിലെ കുളിത്തൊട്ടിയിൽ രാത്രി കിടക്കുന്ന സുഖശയനം നടത്തുന്ന അല്ലെങ്കിൽ സുഖസ്നാനം നടത്തുന്ന ഫഖറുദ്ദീൻ അലി അഹമ്മദ് വാതിലിലൂടെ നീട്ടിക്കൊടുക്കുന്ന കടലാസിൽ ഒപ്പിട്ട് കൊടുക്കുന്നു, യാന്ത്രികമായി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ വാക്കിവിടെയും പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ. കാരണം ജനതാ പാർട്ടിയുടെ ഭരണകാലത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ നിയമമന്ത്രി ശാന്തി ഭൂഷൺ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സിവിൽ വാർ, ആഭ്യന്തര കലാപം, ലഹള അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം എന്ന് പറയാം നടന്നെങ്കിൽ മാത്രമേ അടിയന്തരാവസ്ഥ ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് പ്രഖ്യാപിക്കാൻ കഴിയൂ. അന്നങ്ങനെയായിരുന്നില്ല.
അന്ന് ഡിസ്റ്റർബൻസ് മതി, അസ്വസ്ഥതയുണ്ടായാൽ മതി. ജനാധിപത്യമാകുമ്പോൾ എപ്പോഴും അസ്വസ്ഥത ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മൾ പ്രതിഷേധങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ, പ്രസ്താവനകളിലൂടെ, പ്രസംഗങ്ങളിലൂടെയൊക്കെയല്ലേ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. അവയെ എല്ലാം അസ്വസ്ഥതയായി കണ്ടുകൊണ്ട് അന്നത്തെ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അവസ്ഥയാണ് അടിയന്തരാവസ്ഥ. പക്ഷെ എന്ന് പറയുമ്പോഴും ആ പ്രഖ്യാപനത്തിൽ വൈകല്യമുണ്ടായിരുന്നു. അന്നത്തെ വ്യവസ്ഥയനുസരിച്ചും ക്യാബിനറ്റ് സമ്മേളിച്ച് ആ ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടെയാണ് ശുപാർശ രാഷ്ട്രപതിക്ക് അയക്കേണ്ടത്. അന്ന് ക്യാബിനറ്റ് സമ്മേളിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സീനിയറായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ പോലും, ജഗജീവൻ റാം, സ്വരൺ സിംഗ് ഒക്കെ ഉൾപ്പെടെ, അവർ പോലും ഇത് അറിഞ്ഞിട്ടില്ല, അടിയന്തരാവസ്ഥ നടപ്പായി കഴിഞ്ഞു എന്നുള്ളത്. പിന്നീടുണ്ടായതൊക്കെ നമുക്കറിയാം. 21 മാസക്കാലം എന്താണ് സംഭവിച്ചത്. ഓരോരുത്തർക്കും ആ അനുഭവങ്ങൾ ഇപ്പോൾ ഈ 50 വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോൾ പോലും നമുക്കൊരു ഉൾക്കിടിലം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ബഹുമാന്യായ ഉദ്ഘാടകൻ സഖാവ് രാമകൃഷ്ണൻ, TP രാമകൃഷ്ണൻ, ആ അടിയന്തരാവസ്ഥയിലെ ആ ഭീകരാവസ്ഥയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയ ഒരു പോയിന്റിൽ ജയിലിൽ പോയ ആളാണ്. കക്കയം എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു ഭയം മാത്രമല്ല, നമുക്കൊരു വേദന, ഒരു വിഷമം, വിമ്മിഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഇന്നിവിടെ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മധ്യേ ഏതാണ്ട് സമപ്രായക്കാരനായി ഉണ്ടാകേണ്ട ഒരു എഞ്ചിനീയർ, റിട്ടയർഡ് എഞ്ചിനീയർ ആയി ഉണ്ടാകേണ്ടിയിരുന്ന ഒരാളല്ലേ രാജൻ എന്ന ആ വിദ്യാർത്ഥി. നമ്മൾ ഓരോരുത്തരുടെ കാര്യം എടുക്കുമ്പോഴും എന്തിനു വേണ്ടി എന്ന ചോദ്യമുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് അധികാരം നിലനിർത്തുക എന്നത് ഒരു വിഷയമാണ്, സമ്മതിച്ചു. അതെല്ലാ ഏകാധിപതിയുടെയും ആഗ്രഹവും അവകാശവുമാണ്. അവരുടെ അധികാരം നിലനിർത്തുന്ന ആ പ്രക്രിയയും ഇവിടെ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്ക് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അങ്ങനെ എത്രയോ പേർ എണ്ണിയാൽ തീരാത്ത പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയരായി ഒരു ജനതയെ മാറ്റിയെടുത്ത അനുഭവം. ഞാനതിൻ്റെ ഒരു ദൃക്സാക്ഷി ആയിരുന്നു. അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു പത്രമായിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അക്കാലത്ത് ആ പത്രത്തിൽ പ്രവർത്തിക്കുന്നതിനും ആ പത്രത്തിലെ ട്രേഡ് യൂണിയൻ നേതാവാകുന്നതിനും പ്രസിഡന്റ് ആകുന്നതിനും ഒക്കെയുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പ്രകാശിപ്പിക്കാൻ പോകുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഓർമ്മയിലെ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞത്. ഒന്നും മറക്കാൻ കഴിയില്ല, ഒന്നും മറക്കാനും പാടില്ല. ഒരു ജനാധിപത്യം എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും മറക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ 50-ാം വർഷം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും സമാശ്വാസകരമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞു. അന്നത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ പെരുമാറ്റവും പ്രവൃത്തിയും എന്തായിരുന്നുവെന്ന് സഖാവ് രാമകൃഷ്ണനോട് പറഞ്ഞു. അന്നത്തെ പത്രങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ വളരെ കൗതുകത്തോടെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത് ഇന്നത്തെ മനോരമയും മാതൃഭൂമിയും എങ്ങനെയായിരിക്കും പുറത്തിറങ്ങുക എന്നറിയുന്നതിന് വേണ്ടിയാണ്. കാരണം 50 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ 26-ാം തീയതി അതിരാവിലെ ഞാൻ കണ്ട ദൃശ്യം, പ്രൊഫസർ MB മന്മഥൻ എന്ന സമാരാധ്യനായ ആ നേതാവ് ഒരു ചെറിയ ആൾക്കൂട്ടത്തെ നയിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്നതാണ്. എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ അദ്ദേഹത്തെയും ആ കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതുൾപ്പെടെ ഒരു വാർത്തയും പത്രത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
25-ാം തീയതി രാത്രി അർദ്ധരാത്രിക്ക് തൊട്ട് മുമ്പ് വിളംബരത്തിൽ ഒപ്പുവയ്ക്കുന്നു. അന്ന് രാത്രി ഡൽഹി ഉൾപ്പെടെ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം വൈദ്യുതി നിഷേധിച്ചു. പത്രം ഇറങ്ങിയില്ല. ഇറങ്ങിയ പത്രങ്ങളിൽ അടിയന്തരാവസ്ഥ വാർത്ത വന്നിട്ടുമില്ല. 27-ാം തീയതിയിലെ പത്രത്തിലാണ് വാർത്ത വരുന്നത്. അന്നത്തെ ദിവസം ഒരു ജേർണലിസം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സുബോധമുള്ള പത്രം വായിക്കുന്ന ആർക്കും അറിയാം, അന്നത്തെ ദിവസം എഴുതേണ്ട എഡിറ്റോറിയൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അതിലും വലിയ വിഷയം അന്നില്ല. വേണമെങ്കിൽ അതിനെ അനുകൂലിക്കാം, അല്ലെങ്കിൽ അനുകൂലിക്കാതിരിക്കാം. അത് പത്രാധിപരുടെ ഇഷ്ടം. പക്ഷേ ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ സെൻസർ തടഞ്ഞു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. എല്ലാം ആ സെൻസർ വായിച്ച് പരിശോധിച്ച് അനുമതി നൽകിയാൽ മാത്രമേ പ്രസിദ്ധപ്പെടുത്താൻ കഴിയൂ. എഡിറ്റോറിയലിന് അനുവാദം കിട്ടിയില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, ദേശാഭിമാനിക്ക് ആ പ്രശ്നമുണ്ടായി, ദീപികയ്ക്ക് ആ പ്രശ്നമുണ്ടായി, അങ്ങനെ പല പത്രങ്ങൾക്കും ഉണ്ടായി. ആ പത്രാധിപന്മാർ ചെയ്തത് കൂട്ടായ ആലോചനയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓരോരുത്തരെടുത്ത തീരുമാനം എഡിറ്റോറിയൽ എഴുതാതെ അത്രയും സ്ഥലം ബ്ലാങ്കായി ശൂന്യമായി വിടുക എന്നുള്ളതായിരുന്നു. സാധാരണ എഡിറ്റോറിയൽ വായിക്കുന്ന സ്ഥലം ശൂന്യമാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ അവിടെ. അതിന് ബ്ലാങ്ക് എഡിറ്റോറിയൽ എന്നാണ് അന്നും ഇന്നും പറയുന്നത്. അത് ഒരു കൂട്ടം പത്രാധിപന്മാരുടെ നിലപാട്. വേറൊരു കൂട്ടം പത്രാധിപന്മാരോ? ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ മനോരമയും മാതൃഭൂമിയും എങ്ങനെയായിരിക്കും ആ വിഷയത്തെ സമീപിക്കുക, ആ ഓർമ്മയെ സമീപിക്കുക എന്ന് കൗതുകത്തോടെ നോക്കിയത്. അന്ന് എഡിറ്റോറിയൽ എഴുതിയ 2 പത്രങ്ങളാണ് മാതൃഭൂമിയും മനോരമയും. ആ വർഷത്തിൻ്റെ പ്രത്യേകത 1975 എന്ന് പറയുമ്പോൾ വിയറ്റ്നാം യുദ്ധം അവസാനിച്ച വർഷമാണ്. വിയറ്റ്നാം യുദ്ധം അവസാനിക്കുകയും ഇരു വിയറ്റ്നാമുകളുടെയും പുനരേകീകരണം നടക്കുകയും ചെയ്ത വർഷമാണ്. അപ്പോൾ വിയറ്റ്നാം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏകീകരണം നടന്നത് അന്നല്ല, ജൂൺ 25-നല്ല, അതിന് മുമ്പായിരുന്നു, ഏപ്രിൽ 30-നായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം മാതൃഭൂമി തിരഞ്ഞെടുത്ത വിഷയം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ളതായിരുന്നു. ഏറ്റവും ഗൗരവത്തോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം മാതൃഭൂമി എഡിറ്റോറിയലിന് കണ്ടെത്തിയ വിഷയം അതായിരുന്നു. ആ വിഷയത്തിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. ലുക്ക് ഈസ്റ്റ് എന്നൊക്കെയുള്ള നയങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അതിനേക്കാൾ വിചിത്രമായ വിഷയമാണ് മനോരമ കണ്ടെത്തിയത്. രാജസ്ഥാനിലെ വെട്ടുക്കിളി ശല്യം ആയിരുന്നു അവരുടെ വിഷയം. ഒരുപക്ഷെ അതൊരു ഈ അന്യാപദേശ കഥ എന്നൊക്കെ പറയാറില്ലേ, ബൈബിളിലൊക്കെ അങ്ങനെയുള്ള കഥകൾ ഉണ്ടാകാറുണ്ട്. എന്നതുപോലെ ജനാധിപത്യത്തിൻ്റെ ആ വിളഭൂമിയിൽ ഏകാധിപത്യത്തിൻ്റെ വെട്ടുക്കിളികൾ പറന്നിറങ്ങിയതിനെയൊക്കെ ഓർത്തുകൊണ്ടായിരിക്കാം അങ്ങനെ എഴുതാൻ കഴിയാത്തത് കൊണ്ട് രാജസ്ഥാനിലെ വെട്ടുക്കിളികളെക്കുറിച്ച് അവരെഴുതിയത്. പക്ഷെ ഒരു സന്തോഷം തോന്നിയത് ഇപ്പോൾ ഈ 50-ാം വർഷം ആ 2 പത്രങ്ങളും അടിയന്തരാവസ്ഥയെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ഓർമ്മയെ സമുചിതമായി ആഘോഷിച്ചു എന്ന് മാത്രമല്ല, ഇതിനെ ആവർത്തിക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മനോരമയുടെ ഒരു ആഹ്വാനം അതാണ്. ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്, ഇത് ആവർത്തിക്കരുത് എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയെ എല്ലാവരും എതിർത്ത് വ്യക്തികൾ ജയിലിൽ പോവുകയോ ഉരുട്ടിക്കൊല്ലപ്പെടുകയോ ചെയ്യണമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പത്രങ്ങൾ അടിയന്തരാവസ്ഥയെ എതിർത്ത് സ്വയം ഇല്ലാതാകണമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനായ നമുക്ക് പരിചയമുള്ള കാർട്ടൂണിസ്റ്റ് ശങ്കർ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിൻ്റെ പ്രോത്സാഹനത്തിൽ വളർന്നു വന്ന ഒരു പ്രസിദ്ധീകരണമാണ് അദ്ദേഹത്തിൻ്റെ ശങ്കേഴ്സ് വീക്കിലി. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ മകളുടെ കാലത്ത് അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഇനി വരച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി ശങ്കർ തൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു.
അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയുടെ കാര്യത്തിൽ EMS പോലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്തിനാ ഇങ്ങനെ പത്രം ഇറക്കിയിട്ട് ഒരു നിസ്സഹായകമായ അവസ്ഥ വരുമല്ലോ. പക്ഷേ അങ്ങനെ ആ എതിർപ്പ് ഏത് രീതിയിൽ ഏത് രൂപത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞത്, വ്യക്തിയായാലും പ്രസ്ഥാനമായാലും സംഘടനയായാലും, ആ എതിർപ്പ് മനസ്സിലെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയാം. ഇപ്പം ഞാൻ ജയിലിൽ പോയിട്ടൊന്നുമില്ല. ഒരു രാത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഈ പോലീസുകാർക്ക് അങ്ങനെയാണല്ലോ, ആരെ വേണമെങ്കിലും ഏത് സമയത്തും എന്തും ചെയ്യാം. എനിക്ക് വേറെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. ലോക്കപ്പിലോ ജയിലിലോ കിടക്കേണ്ടിയും വന്നില്ല. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ധൈര്യത്തോടെ നിൽക്കുന്നത്, അടിയന്തരാവസ്ഥയെ ഞാൻ വ്യക്തിപരമായി അതിനെ എതിർത്തിട്ടുണ്ട്. ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ എന്ന് വെച്ചാൽ എൻ്റെ പത്രം ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് സെൻസറുടെ കണ്ണ് വെട്ടിച്ച് ഈ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളോട്, വായനക്കാരോട് പറയുന്നതിനുള്ള പഴുതുകൾ തേടുന്ന കാലമായിരുന്നു. പലതരത്തിലുള്ള കൗശലങ്ങളും തമാശകളൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം പോലും അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഈ 50 വർഷം ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനും ഇപ്പോൾ അത് രേഖപ്പെടുത്തുന്നതിനും അവസരം കിട്ടിയത്. പക്ഷെ അങ്ങനെയല്ലാതെ നഗ്നമായ രീതിയിൽ അടിയന്തരാവസ്ഥയെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഏകാധിപത്യ മനസ്സിനെയും അവരുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയുടെ ആ വികലമായ മാനസികാവസ്ഥയെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച ആളുകൾ അവരിപ്പോൾ പറയുന്നു നമ്മളോട്, ഇനി ഇതൊന്നും ആവർത്തിക്കരുത് എന്ന്. പലതരത്തിൽ ഇപ്പം അന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, എൻ്റെ അറിവിൽ ഒരു സഭ നേതാവ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പരസ്യമായി പ്രതികരിച്ചത് മാർത്തോമാ സഭയുടെ അധ്യക്ഷനായിരുന്നു, യൂഹാനോൻ മാർ മെത്രാപ്പൊലീത്ത തിരുവല്ലയിൽ. അദ്ദേഹം വീട്ടിൽ അരമനയിലിരുന്ന് ആയിരുന്നില്ല പ്രതിഷേധം. അദ്ദേഹം ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു, ഇത് തെറ്റായ നടപടിയാണ്, ഈ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിനുള്ള മറുപടി കിട്ടിയത് അദ്ദേഹത്തിനല്ല, മറുപടി കിട്ടിയത് സംസ്ഥാന ഗവൺമെൻറ്റിന് ആണ് കിട്ടിയത്. മുഖ്യമന്ത്രി അന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, അച്യുത മേനോനാണ്, ആഭ്യന്തരമന്ത്രി കരുണാകരനുമാണ്. ഈ മെത്രാപ്പൊലീത്തയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഡൽഹിയിൽ നിന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ ഒരു മെത്രാപ്പൊലീത്തയെ, അതും മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയെ, വലിയ മെത്രാപ്പൊലീത്തയെ അറസ്റ്റ് ചെയ്താൽ അടിയന്തരാവസ്ഥയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭവിഷ്യത്തുണ്ടാകുമല്ലോ. അത് ഭയന്നിട്ടായിരിക്കാം ആ അറസ്റ്റ് നടന്നില്ല. ഇന്ത്യയിൽ എൻ്റെ അറിവിലും ഓർമ്മയിലും രണ്ടേ പേരേ ഉള്ളൂ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ചവർ. ഒന്ന് രാഷ്ട്രീയ ബലമില്ലാത്ത ഈ പാവം മെത്രാപ്പൊലീത്ത, രണ്ട് DMK അധ്യക്ഷൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന കരുണാനിധി. അടിയന്തരാവസ്ഥയുടെ 3-ാം ദിവസം DMK അവരുടെ ഉന്നത പരമാധികാര കൗൺസിൽ ചേർന്ന് അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്ന് ഇന്ദിരാഗാന്ധിയോട് പരസ്യമായി ആവശ്യപ്പെട്ടു. അന്ന് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മാതൃക അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സ്വീകാര്യമായില്ല. അദ്ദേഹം അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച ആളാണ്. ഇനിയിപ്പോൾ ശശി തരൂർ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രചാരണാർത്ഥം ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രതിനിധിയായി പോയതുപോലെ അന്ന് അച്യുത മേനോൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി ഡൽഹിയിലേക്ക് അയച്ചു, മോസ്കോയിലേക്ക് അയച്ചു, റഷ്യക്കാരെ അടിയന്തരാവസ്ഥയുടെ ഈ നല്ല വശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്. അങ്ങനെയും പോയി വന്ന ആളായിരുന്നു അദ്ദേഹം. പറഞ്ഞു വരുമ്പോൾ പലരെക്കുറിച്ച് നമുക്ക് പലതും പറയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, അതെല്ലാം ഇപ്പോൾ ഇന്ന് പത്രങ്ങളിലൊക്കെ വിശദമായി പഴയ കഥകൾ വന്നിട്ടുണ്ട്, പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് സഖാവ് രാമകൃഷ്ണനോട് പരാമർശിക്കുകയുണ്ടായ കാര്യം, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രസംഗങ്ങളിൽ അത് വരുന്നുണ്ട്. ഒരു സമ്പൂർണ്ണ ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് ഇന്ത്യ പോകാതിരിക്കുന്നതിന് സഹായകമായ നിലപാട്
ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണത്. അവിടെയാണ് എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത്. സിസറോ നൽകിയ ആ മുന്നറിയിപ്പ് പോലെ ഒരേ കല്ലിൽ തട്ടി രണ്ടാം വട്ടം വീഴാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പലവട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1977 നടന്നത് ഒരു ലോകമഹാത്ഭുതമാണ്. ഇത്ര കിരാതമായ വാഴ്ച നടക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് അവസരം കിട്ടിയപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. അവരുടെ ധീരോദാത്തമായ നിലപാട് അത് എത്ര വർണ്ണിച്ചാലും നമുക്ക് അതിൻ്റെ കോരിത്തരിപ്പ് നമുക്ക് മാറില്ല. ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവർ ഈ ഏകാധിപതിയെയും അവരുടെ പുത്രനെയും, അവരെ മാത്രമല്ല 9 വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മളീ പറയുമല്ലോ നാമമാത്രമായി എന്നൊക്കെ പറയില്ല, നാമം പോലും ഇല്ലാതെ കോൺഗ്രസിനെ അവർ ഇല്ലാതാക്കി. നാമാവശേഷമാക്കുകയല്ല, ആ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കി. അങ്ങനെയാണ് ജനാധിപത്യം പുനഃസ്ഥാപിതമായത്. പുനഃസ്ഥാപിതമായ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ജനതാ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു, അതൊന്നും ഇവിടെ പ്രസക്തമായ വിഷയമല്ല. ജനതാ പാർട്ടിയെ അന്ന് ജനങ്ങൾ ഏൽപ്പിച്ചത് ഭരണഘടനയുടെ വൈകല്യം തീർത്ത് ജനാധിപത്യത്തിൻ്റെ ആ ആദിമ വിശുദ്ധി, റിപ്പബ്ലിക്കിൻ്റെ ആദിമ വിശുദ്ധി അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്കയിലെ ഒരു ഭരണഘടനാ വിദഗ്ധനുണ്ട്, ഗ്രാൻവിൽ ഓസ്റ്റിൻ. അത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ ആണ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൊറാർജി ദേശായിയും അദ്ദേഹത്തിൻ്റെ നിയമമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും പാർലമെൻറ്റും അന്നത്തെ പാർലമെൻറ്റും ശാശ്വത സ്മരണയ്ക്ക് അർഹമായി ആയിരിക്കുന്നത് അവരെത്ര കാലം ഭരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വികലമാക്കപ്പെട്ട നിർജീവമാക്കപ്പെട്ട ഭരണഘടനയെ അതിൻ്റെ ഈ ആദിമ വിശുദ്ധിയിലും ശക്തിയിലും പുനഃസ്ഥാപിച്ചു എന്നുള്ളതിലാണ്. അതാണ് അവരുടെ നേട്ടം. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ വേറെ രാഷ്ട്രീയമാണ്, നമ്മളതിലോട്ട് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്ക്, റിപ്പബ്ലിക്കിന് ഉടമകളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട വർഷമായിരുന്നു 1977. ആ ഉടമകൾ ഭരണഘടന ആമുഖത്തിൽ പറയുന്ന വി ദ പീപ്പിൾ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതിൻ്റെ ശരിയായ അർത്ഥം എന്ത് എന്ന് സുപ്രീം കോടതി ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങൾക്കെല്ലാം അപ്പുറത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് 1977 മാർച്ചിലെ മാർച്ച് 21-ാം തീയതി ആ സാധു മനുഷ്യർ, വസ്ത്രവുമില്ല, വിദ്യാഭ്യാസവുമില്ല, ഭരണഘടന കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ടും ഉണ്ടാവില്ല, അവരാ രാത്രി മുഴുവൻ ഈ പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിൽ ക്യൂ നിന്ന് അല്ലെങ്കിൽ ബൂത്തുകളിലേക്ക് യാത്ര ചെയ്ത് അവർ രേഖപ്പെടുത്തിയ ആ വോട്ട്, അന്ന് നമുക്ക് മനസ്സിലായി ഈ ഭരണഘടനയ്ക്ക് ഉടമകളുണ്ട്. അതാണ് വി ദ പീപ്പിൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ ആണ്, നമ്മളൊക്കെ അതിൽ ഉൾപ്പെടും, നമ്മളാണ് ഇതിൻ്റെ ഉടമകൾ. അപ്പോൾ 1977 ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുനഃസ്ഥാപനാർത്ഥം ഒരു നിലപാട് സ്വീകരിച്ച ജനങ്ങൾ അവർ തന്നെയല്ലേ 2024 ലോക്സഭയിൽ കടന്ന തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തത്. കോൺഗ്രസിനെ അവർ ഭരണം ഏൽപ്പിച്ചില്ല. കോൺഗ്രസിനെ ഭരണം ഏൽപ്പിക്കാതിരിക്കുന്നതിൽ എനിക്ക് തെറ്റും പറയാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ എന്ന വിദൂരമായ സ്മരണയെങ്കിലും ഉള്ളവർക്ക് കോൺഗ്രസിനെ വേണ്ടി വോട്ട് ചെയ്യാനും കഴിയില്ല. പക്ഷെ അന്നത്തെ കോൺഗ്രസ് അല്ല, പല മാറ്റങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമായിരിക്കാം. പക്ഷേ 400 സീറ്റ് നേടി ഭരണഘടനയെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി എഴുതും എന്ന് വീമ്പ് പറഞ്ഞ പാർട്ടിയെ അവർ 10 കൊല്ലം ഭരിച്ചതിന് ശേഷം വീണ്ടും ജനങ്ങളെ സമീപിച്ചപ്പോൾ എന്താണ് ഈ വി ദ പീപ്പിൾ ചെയ്തത്? ലോക്സഭയിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം പോലും BJPക്ക് നൽകിയില്ല. പിന്നെ BJPയെ സംബന്ധിച്ച് മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് ഭൂരിപക്ഷം വേണമെന്നില്ല. അവരത് കേരളത്തിൽ പോലും ചില കണക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കി, പക്ഷെ ഭരണഘടനയെ തൊടാൻ കഴിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ നൽകിയിട്ടുള്ള ഒരു പ്രതീക്ഷ,
ഒരു സുന്ദരമായ പ്രതീക്ഷ, ഒരു സമാശ്വാസം. ഈ ഭരണഘടനയെ സ്പർശിക്കാൻ ആര് വന്നാലും അത് തടയുന്നതിന് അതിൻ്റെ ഉടമകളായ ഈ വി ദ പീപ്പിൾ ഉണ്ടാകും എന്നുള്ളതാണ്. ആ വി ദ പീപ്പിളിനെ എംപവർ ചെയ്തത് അടിയന്തരാവസ്ഥയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അധികം നല്ല പുസ്തകങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് ഷാ കമ്മീഷനെ നിയോഗിച്ചു. ഷാ കമ്മീഷൻ റിപ്പോർട്ട് 3 വാള്യങ്ങളിൽ അന്ന് സബ്മിറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ അത് കോപ്പിയൊന്നും ലഭ്യമല്ല. ഇന്ദിരാഗാന്ധിയുടെ 2ാം വരവിൽ അതൊക്കെ അപ്രത്യക്ഷമായി. അതൊക്കെ മറ്റു ചില കാര്യങ്ങളൊക്കെ കഥകളാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇപ്പോഴും ആ അവസ്ഥയുണ്ട്. അന്നത്തെ ഭീകരാനുഭവങ്ങളുണ്ട്. ഇങ്ങനെ നിന്ന് നമുക്ക് പ്രസംഗിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ പ്രസംഗം നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നില്ലേ? ഒരു പോലീസ് കോൺസ്റ്റബിളിന് എപ്പോഴാണ് ഭ്രാന്തിളകി നമ്മെ പിടികൂടുക? അതിന് വാറണ്ടും വിചാരണയും കോടതി വിധിയും ഒന്നും വേണ്ട. അടിയന്തരാവസ്ഥ കാലത്ത് സുപ്രീം കോടതിയിൽ പ്രസിദ്ധമായൊരു കേസ് നടന്നു. ഹേബിയസ് കോർപ്പസ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. 5 ജഡ്ജിമാർ ആണ് ഇത് കേട്ടത്. അന്ന് ഒരു ജഡ്ജി അന്നത്തെ അറ്റോർണി ജനറൽ നിരണ്ടയാണ് ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്നത്, ഒരു ചോദ്യം ചോദിച്ചു. ഒരു കോൺസ്റ്റബിൾ ഒരു പൗരനെ പിടികൂടി അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിൻ്റെ തോക്കണ്ടല്ലോ, അടുത്ത് വെടിവെച്ചാൽ നമ്മുടെ വർഗീസ് കൊല്ലപ്പെട്ടതുപോലെ ആളില്ല. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ ഈ നിരണ്ടെ പ്രസിദ്ധനായ അഭിഭാഷകനാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിന് വേണ്ടി അന്ന് കോടതിയിൽ പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അത് ഒന്നുകൂടി പറഞ്ഞു, ജീവിക്കുന്നതിനുള്ള അവകാശം അതൊരു അവകാശമല്ല, മറിച്ച് ഭരണകൂടത്തിൻ്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞു. അതിഭീകരമായ കാര്യങ്ങളാണൊക്കെ. അന്ന് ആ 5 ജഡ്ജിമാരിൽ ഒരേ ഒരു ജഡ്ജി ജസ്റ്റിസ് HR ഖന്ന ആണ് ആ പ്രസ്താവനയെ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ചീഫ് ജസ്റ്റിസ് ആകുന്നതിനുള്ള അവസരം നഷ്ടപ്പെട്ടു. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടും തങ്ങളുടെ നിലപാടുകൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വ്യക്തമാക്കിയ ചില ആളുകളൊക്കെ അന്നുണ്ടായിട്ടുണ്ട്. ഒന്ന് ജസ്റ്റിസ് HR ഖന്നയാണ്. 2 നമുക്കെല്ലാം പരിചയമുള്ള ഹിന്ദി സിനിമയിലെ ഗായകൻ മുകേഷ് ആണ്. പേര് മുകേഷ് എന്നല്ല, കിഷോർ കുമാർ, ഓർമ്മിക്കുന്നില്ല. കിഷോർ കുമാർ സഞ്ജയ് ഗാന്ധിയുടെ കുടുംബാസൂത്രണ ക്യാമ്പിൽ പാട്ടുപാടാൻ ക്ഷണിച്ചു, അദ്ദേഹം പോയില്ല. ഹിന്ദി സിനിമയിലെ എല്ലാ പ്രമുഖരും സഞ്ജയ് ഗാന്ധിയുമായി സഹകരിച്ചു. സഞ്ജയ് ഗാന്ധിയാണ് അന്നത്തെ ഇന്ദിരാഗാന്ധിയേക്കാൾ അധികാരം സഞ്ജയ് ഗാന്ധിക്കാണ്. കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അയാളുടെ ആദ്യത്തെ ഉത്തരവ്. അയാൾ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ആയതുകൊണ്ടല്ല, ഒന്നുമല്ല, MP പോലുമല്ല. മാത്രമല്ല, കിഷോർ കുമാറിൻ്റെ ഗാനങ്ങളുടെ റെക്കോർഡുകൾ വിൽക്കാൻ പാടില്ല എന്ന് HMVക്ക്, അന്നത്തെ കമ്പനിയാണ്, ഉത്തരവ്. ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കൊണ്ട് എന്താ പാടിച്ചിട്ട് കാര്യം? ഹിന്ദി സിനിമയും അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. എന്നിട്ടും അദ്ദേഹം ഉറച്ചു നിന്നു, നിലപാടിൽ മാറ്റം വരുത്തിയില്ല. ജസ്റ്റിസ് ഖന്നയുടെ പേര് നമ്മൾ പറയുമ്പോൾ കിഷോർ കുമാറിനെ പോലെ നിരവധിയായ വ്യക്തികൾ അന്നുണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വന്തം ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ, തനിക്ക് എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ ഉത്കണ്ഠയില്ലാതെ, ഒരു ജനതയെ മുഴുവൻ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിൽ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചവർ നിരവധിയാണ്. അതുകൊണ്ടാണ് ആ പറഞ്ഞത്, ആയുധമെടുത്ത് പ്രതികരിച്ചുവോ അല്ലെങ്കിൽ അട്ടിമറി നടത്തിയോ എന്നുള്ളതല്ല വിഷയം. മനസ്സിലെങ്കിലും ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയും. ആ പ്രവർത്തനമാണ് ഇതിൻ്റെ ആവർത്തനം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധി. അതുകൊണ്ട് ഇങ്ങനെയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. നമുക്കിപ്പോഴും ആ ഓർമ്മയുടെയൊക്കെ ആ കണ്ണികൾ പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കിവിടെ അടിയന്തരാവസ്ഥയിൽ നേരിട്ട് പങ്കെടുത്തവരെ ആദരിക്കുന്നതിനുള്ള ഒരു അവസരം കിട്ടിയത്. ഇനി അങ്ങനെ ഒരു അവസരത്തിനുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വർഷം 50 കഴിഞ്ഞിരിക്കുന്നു.
പക്ഷേ ഇനിയുള്ള തലമുറയ്ക്കും അല്ലെങ്കിൽ ഒരു ജനതയ്ക്കാകമാനം ആ ഓർമ്മയുണ്ടാകണം. ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി, ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി, ഓർമ്മയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഇത്തരം പരിപാടികൾ അത് നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആവശ്യം വേണ്ടതായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നു. അതിലുള്ള സന്തോഷം കൂടി ഇവിടെ പ്രകടിപ്പിക്കുന്നു.